IPL ദയനീയമായ പ്രകടനമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കാഴ്ചവെക്കുന്നത്. ആദ്യ മത്സരത്തിലൊരു വിജയം സ്വന്തമാക്കി, പിന്നീടുള്ള 5 മത്സരങ്ങളും പരാജയപ്പെട്ട്, അത് കഴിഞ്ഞ് മരുഭൂമിയിലൊരു മഴ പെയ്യുന്നത് പോലെ, മരുഭൂമിയിലാണോ കാട്ടിലാണോ മഴ പെയ്തതെന്ന് പലരും മരുഭൂമിയിൽ മഴ പെയ്യട്ടെ, അത്രസ് തൊട്ട് ധോണിയും ടീമും കൊടുക്കുന്ന ഡോട്ട് ബോൾ കൊണ്ട് നടന്ന മരം കൊണ്ട് അതൊരു കാടായി മാറും. തീർച്ചയായും. പിന്നെ പരാജയപ്പെടുന്നുണ്ട്. ഈ സീസണിൽ തന്നെ നമുക്ക് തോൽവി എന്ന് പറയാം. ഈ കഴിഞ്ഞ മത്സരം ജയിച്ചത് മികച്ച ജയം തന്നെയാണെന്ന് പറയാം, തിരിച്ചുവരവാണെന്ന് പറയാം. ചെന്നൈ ആണ്, ഇനി തിരിച്ചു വരുമെന്ന് അറിയില്ല. പക്ഷെ നിലവിൽ വെച്ച് നോക്കുമ്പോൾ തോൽവി. തീർച്ചയായിട്ടും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റതാണോ പരിക്കേൽപ്പിച്ചതാണോ എന്നറിയില്ല. ആയുഷ് മാത്ര എന്ന് പറയുന്ന ഒരു യുവതാരം ആണ് ടീമിന് പകരക്കാരനായിട്ട് വന്നത്. അന്ന് പറഞ്ഞ ഒരു പേരായിരുന്നു ബ്രവിസ്, ഡിവാൾഡ് ബ്രവിസിന്റെ ഒരു പേര്. ബ്രവിസ് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചാണ്. ബ്രവിസും ചെന്നൈ ടീമിൽ എത്തുന്നുണ്ട്. ചെന്നൈ ടീമിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണോ അത് ബാറ്റിംഗ് ആണ്. ആ ബാറ്റിങ്ങിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടന്നിട്ടുള്ളത്. പുറത്തായത് ഗുർജപ്നീത് സിംഗ് എന്ന് പറയുന്ന താരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെന്നൈ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ താഴെ വന്ന ഒരു കമന്റ് വളരെ രസകരമായിരുന്നു. ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലുള്ള എല്ലാവരും ചേർന്ന് ഗുർജപ്നീതിനെ എടുത്തിട്ട് അലക്കുന്ന ഒരു സീന്. ഇത് പങ്കുവെച്ചപ്പോ പലരും അഭിപ്രായപ്പെട്ടത് ഇതുപോലെ എടുത്തിട്ട് അലക്കേണ്ടത് ത്രിപാഠിനെയും ഹൂഡനെയും താരങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ ഒരു ഡൗട്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് ധോണി ക്യാപ്റ്റൻസിൽ കൊണ്ട് ഇല്ലെങ്കിൽ ധോണിക്കും ഈ സീസണിൽ പരിക്ക് പറ്റുന്നതാണ് തോന്നുന്നത്. അത് പരിക്ക് പറ്റാൻ പറഞ്ഞാൽ ഇപ്പം ഗെയ്ക്വാദിനെ നിങ്ങൾ പറഞ്ഞ പോലെ പരിക്കേൽപ്പിച്ചോ എന്ന് ചോദിച്ചല്ലോ, അത് തെറ്റുണ്ട്. പരിക്കേൽപ്പിക്കുന്നൊന്നുമില്ല, പരിക്കുന്നവർ പറയുന്നേ ഉള്ളൂ. അതാണ് സംഭവം, അതായിരിക്കണം സംഭവം. അതുപോലെ തന്നെ ഇനി താരങ്ങൾ വരട്ടെ, നല്ലതാണ്. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ചെന്നൈക്ക് നല്ലൊരു ടീം സെറ്റാക്കണമെങ്കിൽ ഈ ടീമിനെ കൊണ്ട് പോകാൻ വേണ്ടി വേറെ ഒരു വഴിയും കാണുന്നില്ല. ഇവരെ പരിക്കുപറ്റി പോട്ടെ, ഇങ്ങനെ പുറത്തുള്ള നല്ല താരങ്ങളെ കൊണ്ടുവരട്ടെ, അടുത്ത സീസണിലേക്ക് ഒരു ടീമിനെ വാർത്തെടുക്കട്ടെ എന്ന് മാത്രം പറയാം. തീർച്ചയായും. നമ്മൾ ഈ പരിക്ക് ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ അതിന്റെ ഒരു തമാശ ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. പ്രേക്ഷകർ ആ ഒരു തമാശ ആ രീതിയിൽ ഉൾക്കൊള്ളും എന്നത് കൂടി മനസ്സിലാക്കി അതെ ആ രീതിയിൽ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മികച്ച ഒരു താരം തന്നെയല്ലേ ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ട ഒരു താരമല്ല. സൈഫ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയുടെ ഏറ്റവും വലിയ ദൗർബല്യം ബാറ്റിംഗ് തന്നെയാണെന്ന്. അറ്റാക്കിംഗ് ബാറ്റിംഗ് എന്ന് ഒന്നുകൂടെ പറയേണ്ടി വരും. T20 വേണ്ടത് അറ്റാക്കിംഗ് ബാറ്റിംഗ് ആണ്, അല്ലാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയല്ല വേണ്ടത്. ഇപ്പം ബാറ്റിംഗിൽ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് വിജയ് ശങ്കർ ഫോമിലില്ലെങ്കിൽ ചിലപ്പം ചെന്നൈ ആരാധകർ ചോദിച്ചേക്കാം. അവരുടെ ഫോമിൽ ഇപ്പോൾ കാണുന്ന വിജയ് ശങ്കറും ധോണിയുടെ ഈ പ്രകടനം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് ഈ T20 ലീഗിൽ അല്ലെങ്കിൽ T20 മത്സരങ്ങളിൽ യാതൊരു കാര്യമില്ല. ചെന്നൈക്ക് വേണ്ടത് നല്ലൊരു ബാറ്റിംഗ് നിരയാണ്. ഈ പറഞ്ഞ ത്രിപാഠിയും പിന്നെ ഹൂഡയുണ്ട്. ഹൂഡയൊക്കെ ചെയ്യേണ്ട കാര്യം അത് ചെയ്യാത്തത് അതിൻ്റെ പ്രശ്നമാണ്. ഈ ബ്രവിസിനെ നമുക്കറിയാം, ഒരു പിന്നെ ഈ ബേബി ABD എന്ന് വിളിക്കുന്ന താരമാണ്. ABD വില്ലിയേഴ്സിൻ്റെ ഒരു പിന്നെ ഒരു ജൂനിയറായിട്ട് വരുന്ന താരമാണ്. അങ്ങനെ ലോക ക്രിക്കറ്റ് കാണുന്ന താരമാണ്, യുവതാരമാണ്. തീർച്ചയായും അതെ. അദ്ദേഹം ഇപ്പോൾ പല ലീഗുകളിൽ പ്രകടനം തെളിയിച്ചിട്ടുണ്ട്. ആ വിശേഷം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ചെന്നൈക്ക് വേണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അത്ഭുത പ്രകടനം നടത്തണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, നിലവിലെ ചെന്നൈ ടീമിൽ ആരെക്കാളും മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. അയാൾ സിദ്ധമായ ശൈലിയിൽ കളിച്ചാൽ മതി. നിലവിലെ ചെന്നൈ ടീമിന് അദ്ദേഹത്തിന് ആ ഒരു വെല്ലുവിളി ഉണ്ടാവില്ല. മൂക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെയായാലും എങ്ങനെയായാലും അയാൾ സെറ്റായിട്ട് വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ത്രിപാഠിയും ഹൂഡയും ഇതിനൊപ്പം പിന്നെ ഇതിൻ്റെ കാറ്റ് പിടിച്ചിട്ട് വന്നില്ലെങ്കിൽ അവർക്കും പരിക്കുപറ്റി പോട്ടെ, പുതിയ താരങ്ങൾ വരട്ടെ എന്ന് പറയേണ്ടി വരും. കാരണം ബാറ്റിംഗ് ഓർഡർ അത്രയും പിന്നെ വീക്കാണ്. ഒരു ഇതും കൊണ്ട് കാര്യമില്ല. ഒരു ഇൻറ്റൻഷൻ അവർക്ക് ജയിക്കണം എന്നുള്ള താരം ഇപ്പോൾ ധോണിക്കോ ബോളർമാർക്കോ ഉണ്ടായിട്ട് കാര്യമില്ല. കളിക്കാൻ വേണ്ടി പറ്റണം. ഈ പറഞ്ഞ പോലെ ഗെയ്ക്വാദായിരുന്നു കളിച്ചിരുന്നത്, അദ്ദേഹത്തിന് പരിക്കുപറ്റി പോകേണ്ടി വന്നു. നായകനായിട്ട് നമുക്ക് മികച്ച നായകനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ നായകനെ എടുത്ത് ഉപയോഗിക്കാനുള്ള അസ്ത്രങ്ങൾ വേണമല്ലോ. വെറുതെ നായകനായിട്ട് നിന്നിട്ട് കാര്യമില്ല, മുന്നിൽ ഒരു പടച്ചടം നിർത്തിയിട്ട് കാര്യമില്ല. അപ്പം ധോണിയുടെ ഇതും കൂടെ വരുമ്പം ധോണിക്ക് അമരത്ത് നിന്ന് തുഴയാൻ വേണ്ടി നിൽക്കുമ്പം പണിക്കാർ പുറകിൽ വേണം, ആൾക്കാർ വേണം, വെള്ളം തുഴയാൻ ആൾ വേണം. എന്നാൽ മാത്രമേ ടീമിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. തീർച്ചയായും. ആ തുഴച്ചില് കുറച്ച് വേഗത്തിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. തുഴച്ചിൽ നല്ല വേഗത്തിൽ പോകുന്നുണ്ട്, 2 ഇഞ്ച് പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ആ ഒരു ഇന്നിങ്സിന് വേഗത ഇല്ലാത്ത തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഷെയ്ഖ് റഷീദിനെ ഓപ്പണറായിട്ട് എത്തി. ഇപ്പൊ ബ്രവിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രവിസ് ഓപ്പണറായിട്ടും കളിക്കാൻ കഴിവുള്ള താരമാണ്. അതുപോലെ തന്നെ വൺ ഡൗൺ ആയിട്ടും കളിക്കാൻ കഴിവുള്ള താരമാണ്. ഋതുരാജ് ഗെയ്ക്വാദും ഇതേ ഒരു രീതിയിലാണ്, ഓപ്പണറായിട്ടും കളിക്കും, വൺ ഡൗൺ ആയിട്ട് കളിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഋതുരാജിന്റെ പകരക്കാരനായിട്ടല്ല ഇപ്പോൾ മാത്രമേ വന്നെന്ന് പറയുമ്പോൾ ഋതുരാജിന്റെയും കൂടി പകരക്കാരനായിട്ടല്ലേ ബ്രവിസ് വന്നത്. തീർച്ചയായും ടീം സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ആയിരിക്കും. ആ ടീം മാനേജർ കണ്ടത് ഋതുരാജിന്റെ പോയി പറഞ്ഞല്ലേ, ഇപ്പം സീസണിൽ നന്നായിട്ട് കളിച്ച് പിന്നെ 50 അടിച്ച് നന്നായിട്ട് കളിച്ചൊരു താരമാണ്. അദ്ദേഹത്തിന് ദൗർഭാഗ്യമായി പുറത്താകുമ്പം അത് പെട്ടെന്നുണ്ടായ പകരക്കാരൻ ഒരു എന്തായാലും ഋതുരാജിനെ കവർ ചെയ്യുന്ന ഒരു താരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, യുവതാരമാണെങ്കിൽ കൂടി.
പക്ഷേ ബ്രവിസ് വരുമ്പോഴേക്ക് ആ റോള് ഓക്കെ ആയിട്ടുണ്ട്. കാരണം ഋതുരാജിൻ്റെ ഒരു വിടവ് നികത്താൻ ഈ താരത്തിന് പറ്റും. ഈ പറഞ്ഞ പോലെ ഓപ്പണിങ്ങിൽ കറങ്ങാൻ വേണ്ടി പറ്റും. വൺ ഡൗണിൽ അദ്ദേഹം തന്നെ കളിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ ഷെയ്ഖ് റഷീദിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു ഓപ്പണർ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് താരതമ്യം ഇപ്പം ഭേദപ്പെട്ട പ്രകടനം നടത്താൻ അദ്ദേഹം കഴിഞ്ഞ വർഷത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇനി വൺ ഡൗൺ ഓപ്പണറായിട്ട് തുടരുമ്പോൾ ബ്രവിസും കൂടി വരികയാണെങ്കിൽ ആ ടീം സെറ്റാവും. ആ ആദ്യത്തെ പിന്നെ ടോപ്പ് ഓർഡറിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ ടീം മധ്യനിരക്കും കൂടി ജഡേജയും ധോണി ഉൾപ്പെടുന്ന മധ്യനിര കൂടി ഒന്ന് തിളങ്ങാൻ വേണ്ടി പറ്റിയേക്കാം. തീർച്ചയായും. ഇപ്പോൾ ഷെയ്ഖ് റഷീദിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം T20 ക്രിക്കറ്റിൽ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഓപ്പണറായിട്ട് ഇറങ്ങുന്നത്. അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മത്സരം കുറഞ്ഞ ബോളുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്തി വലിയ റിസ്കുകൾ എടുക്കാതെ കളിക്കുകയാണെങ്കിൽ കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്തിയിട്ട് ഒരു അത്ര അഗ്രഷൻ വന്നില്ലെങ്കിൽ പോലും സ്കോർ ഉയർത്താൻ കഴിയുന്ന ഒരു താരമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം ആകാശ് ദീപിന്റെ ഒരു ഓവറിൽ 3 ബൗണ്ടറികളൊക്കെ അദ്ദേഹം നേടുന്നുണ്ട്. അതിലൊരു ഷോട്ട് വിരാട് കോഹ്ലിയുടെ പോലുള്ള ഒരു ഷോട്ട് എന്നൊക്കെ ഉള്ള ഒരു മനോഹരമായ ഫ്ലിക്ക് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പുകൾ, അദ്ദേഹം സ്ട്രൈറ്റ് അടിച്ചൊരു ബൗണ്ടറി ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ടൈമിങ്ങും ആ ഒരു ഒറ്റ ഇതുകൊണ്ട് മാത്രം ഫോളോ ആവുന്നുണ്ട്. എപ്പോഴാണോ അദ്ദേഹം അതിൽ നിന്ന് മാറിയിട്ട് ഒരു 6 അടിക്കാൻ ശ്രമിച്ചത് അപ്പൊ അദ്ദേഹം ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ചെന്നൈനെ സംബന്ധിച്ച് ആ ഒരു യുവതാരത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രകടനം വന്നത് വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ്. പവർ പ്ലേകളിൽ 6 അടിച്ചില്ലെങ്കിലും ബൗണ്ടറികൾ നേടിയിട്ടാണെങ്കിലും റണ്ണ് ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ ടീമിന് 6 പോയിട്ട് 4 നേടാൻ പറ്റാണ്ട് അതെ 63 പന്തുകളൊക്കെ ഒരു ബൗണ്ടറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ടീമാണ്. ആ ടീമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ റണ്ണ് ഉയർത്തിയാൽ മതി. അതിപ്പോൾ പറഞ്ഞ പോലെ പിന്നെ 6 തന്നെ വേണമെന്നില്ല. ബൗണ്ടറികളായാലും ഈവൻ ഈ ചെന്നൈ ടീമിന് ആഗ്രഹിക്കുന്നത് ഡബിൾസ് എടുത്തിട്ട് മുന്നോട്ട് പോയാലും മതി. ഇതിലാണ് റണ്ണ് ഉയർത്തി അങ്ങനെയെങ്കിലും റണ്ണൗട്ട് എന്ന് കരുതിയാൽ മാത്രം മതി ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ടീം ഉള്ളത്. അവിടത്തേക്ക് ഇവരിങ്ങനെ വരുമ്പം ഈ പകരം വരുന്ന താരങ്ങളൊക്കെ വരുന്നിട്ട് തിളങ്ങുമ്പോൾ അല്ലെങ്കിൽ കഴിവുള്ള താരങ്ങളെ ടീമിലേക്ക് ഉൾപ്പെടുത്തുമ്പം ആരാധകർക്കൊരു ആത്മവിശ്വാസം കിട്ടും. ഈ പറഞ്ഞ പോലെ ധോണിയുടെ ഷോ കാണാൻ വേണ്ടി വരുന്ന ആരാധകരാണെങ്കിലും ധോണിയുടെ ഷോ മാത്രമല്ല IPL, അതിന് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ നമുക്ക് നെറ്റിൽ പ്രാക്ടീസ് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇതിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ വേണം. ബ്രവിസിനെ പോലെ ഇനിയും നമ്മൾ ഈ പറഞ്ഞ പോലെ തമാശക്ക് പറഞ്ഞാണെങ്കിൽ കൂടി ത്രിപാഠിക്കും ഹൂഡയ്ക്കും പരിക്ക് പറ്റിയിട്ട് പകരം ആൾക്കാർ കൊണ്ടുവരലും മാനേജ്മെന്റ് തയ്യാറായേക്കും. അതിപ്പം നമുക്കിപ്പം പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ ചർച്ചകൾ ട്രോളായിട്ട് വരുന്നത് വെറുതെ വരുന്നതല്ല, അതിൽ ആഗ്രഹിക്കുന്നുണ്ട് ആരാധകർ. ചെന്നൈയുടെ ആരാധകർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഈ ടീമിനെ എങ്ങനെ പൊളിച്ചെഴുതുന്നത്. അപ്പോൾ പരിക്ക് പറ്റിയാൽ മാത്രമേ പൊളിച്ചെഴുതാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യട്ടെ. അത് തന്നെയാണ് ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബ്രവിസിനെ ടീമിൽ എത്തിക്കുന്ന സമയത്ത് ബ്രവിസിന്റെ ബേസ് ലേലത്തിൽ ആരും എടുക്കാത്തൊരു താരമാണ്. അദ്ദേഹത്തിന്റെ ലേലത്തിലെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 70 ലക്ഷം 75 ലക്ഷം അടുത്തെന്തോ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ചെന്നൈ ടീമിൽ എടുക്കുന്നത് 2.2 കോടി രൂപക്കാണെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഈ അൺസോൾഡ് ആയിട്ടുള്ള താരങ്ങൾ ആ റേറ്റിൽ തന്നെ എടുക്കാറുണ്ട്, പല ടീമുകൾ സ്വന്തമാക്കാറുണ്ട്. പക്ഷേ മുംബൈക്ക് വേണ്ടി മുമ്പ് കളിക്കുന്ന സമയത്ത് 3 കോടി രൂപക്കാണ് മുംബൈ അദ്ദേഹത്തെ ടീമിലെടുത്തത്. 10 മത്സരങ്ങൾ മുംബൈക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 230 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. IPL അദ്ദേഹത്തിന് ഒരു അടിപൊളി പ്രകടനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റു പല ലീഗുകളിലും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റു ലീഗുകളിലെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജൂനിയർ ABD എന്നുള്ളത് അല്ല, ബേബി ABD ആ പേര് അത് തെളിയിച്ചിട്ടുണ്ട്. അത് വെറുതെ വിളിക്കുന്നില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും കഴിവ് തെളിയിച്ചിട്ട് അല്ലെങ്കിൽ തന്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന താരമാണ്. കഴിഞ്ഞ IPL ലേലത്തിൽ ആരും വിളിച്ചില്ലെങ്കിൽ കൂടി ഇപ്പം അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നൈനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചെന്നൈനെ എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നറിയില്ല. എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ പിന്നെ ഈ പറഞ്ഞ പോലെ നെറ്റ് റൺ റേറ്റ് ഉയർത്തിയാൽ മാത്രമേ ചെന്നൈക്ക് പ്ലേ ഓഫ് ഒക്കെ സ്വപ്നം കാണുന്നുള്ളൂ. ഇതുവരെ പ്ലേ ഓഫിൽ എത്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ശേഷിക്കുന്ന 7 മത്സരങ്ങളും ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. 5 മത്സരങ്ങൾ ജയിച്ചാൽ നെറ്റ് റൺ റേറ്റ് നോക്കിയിട്ട് നമുക്ക് അവസരങ്ങൾ നോക്കേണ്ടി വരും. അപ്പം ഈ താരങ്ങളുടെയൊക്കെ പ്രകടനം അത് ഈ ചെന്നൈനെ പിന്നെ പ്ലേ ഓഫിൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടി ധോണി എന്നൊരു നായകൻ അവിടെയുണ്ട്. അവസാനത്തെ പിന്നെ സീസണിൽ നായകനായിരുന്ന അവസാന സീസണിൽ കപ്പ് നേടിക്കൊടുത്ത നായകനാണ്. അപ്പം അതിൻ്റെ ഇതും കൂടി ഉണ്ട്. അപ്പം പറ്റും. ഈ പറഞ്ഞ പോലെ ടീം പൊളിച്ചെഴുതിപ്പെടുമ്പോൾ മാറിയേക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ ചെന്നൈ മാറി വരുന്നുണ്ട്. ഇനിയും പറഞ്ഞ പോലെ 1-2 താരങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഇവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. നിലവിലെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെടും. ആരാധകർക്ക് അത്ര താഴ്ത്തേണ്ടി വരുന്നു തോന്നുന്നില്ല ഇനിയെങ്കിലും. തീർച്ചയായും. ഇപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ബോളർമാരാണ് ചെന്നൈയുടെ ഒരു ശക്തി എന്ന് പലപ്പോഴും പറയപ്പെടുമ്പോഴും ഫീൽഡിങ്ങിൽ വരുന്ന പിഴവുകളും കൂടി ചെന്നൈനെ വല്ലാതെ ബാധിക്കാറുണ്ട്. അത്തരം പിഴവുകൾ കൂടി ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ത്രിപാഠി ഒരു നല്ലൊരു ക്യാച്ചൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്. ഒന്ന്, ഈ പറയുന്നത് പോലെ
ഒരു ബാറ്റിംഗ് നിരയുടെ ഒരു ശക്തി തീർച്ചയായിട്ടും ബ്രവീസ് വന്നതോടുകൂടി ഒന്നുകൂടി ശക്തിപ്പെടുന്നുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ പൊസിഷൻ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു കുറച്ചും കൂടി പരിചയസമ്പന്നനായിട്ടുള്ള നമുക്കറിയാം മാത്രയൊക്കെ കളിക്കാൻ അവസരം കിട്ടുമെന്ന് നമുക്കറിയില്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു താരം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോൾ മുതലേ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കഴിയുന്ന താരങ്ങൾ ചെന്നൈയിൽ ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു കുറവ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ബ്രവീസ് വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രജിനും ഷെയ്ഖ് റഷീദും ഓപ്പണിംഗ് ഇറങ്ങി ബ്രവീസ് 3-ാം നമ്പറിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. 4-ാം നമ്പറിൽ ശിവൻ ദുബെ, ഒബ്വിയസ്ലി ശിവൻ ദുബെ ആയിരിക്കും മറ്റേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ പ്ലെയർ ആയിട്ടും അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ കളിക്കുക. അടുത്ത പൊസിഷനിലേക്ക് കഴിഞ്ഞ കളി രവീന്ദ്ര ജഡേജനൊക്കെ ടോപ്പിൽ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, വർക്കായിട്ടില്ല. ത്രിവാദി, ഹൂഡ, വിജയ് ശങ്കർ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഫോം ആയാൽ മാത്രമേ ചെന്നൈക്ക് ഇനി മുന്നോട്ട് ഇതുള്ളൂ. നമുക്ക് മധ്യനിര ഇപ്പോഴും വീക്ക് തന്നെയാണ് എന്നുള്ള അല്ല. ഇനി ആയുഷ് മാത്രയൊക്കെ കളിക്കാൻ വന്ന് അറിയില്ല, അവസരം കൊടുക്കൂ എന്നുള്ളത്. വേറെ താരങ്ങളുണ്ട്, പാണ്ഡ്രെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ താരമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ അത്ര നല്ല ഒരു T20 ഇത് പ്രകടനമല്ല. കാരണം അദ്ദേഹത്തിന്റെ T20 സ്ട്രൈക്ക് റേറ്റ് 100 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്ര നല്ല സ്ട്രൈക്ക് റേറ്റ് അല്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റേ നമുക്ക് ചെന്നൈയുടെ ടീമിലെ സ്ക്വാഡിൽ ഇതുവരെ കളിക്കാൻ അവസരം കിട്ടാത്ത താരങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രേയസ് ഗോപൽ എന്ന് പറയുന്ന ഒരു താരമുണ്ട്. അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ്. ഇപ്പോൾ അശ്വിനൊക്കെ ഒരു അതായത് ബാറ്റിംഗിൽ അശ്വിൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ്. പക്ഷേ അതെ, ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ അശ്വിനെ മാറ്റി നിർത്തിയിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ചെന്നൈ എടുത്തിരുന്നു. അപ്പോൾ ഇനിയിപ്പോ ചെന്നൈക്ക് ഈ അടുത്ത മത്സരം വരുന്നത് മുംബൈനായിട്ടാണ്. മുംബൈനായിട്ട് എന്ന് പറയുമ്പോൾ ഒരു വളരെ പ്രത്യേകത ഉണ്ട്. കാരണം ചെന്നൈ ഈ സീസണിൽ തോൽപ്പിച്ച 2 ടീമുകളിൽ ഒരു ടീം മുംബൈയാണ്. അതെ, മുംബൈ ആ ഒരു മോശം പ്രകടനങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, മുംബൈക്ക് പകരം വീട്ടണം. ഒരു റിവെഞ്ചിന് വേണ്ടിയിട്ടാണ്, പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് മുംബൈ ഒരുങ്ങുന്നത്. ചെന്നൈയെ സംബന്ധിച്ച് ഒരു അവസാനം ലക്നൌവിനായിട്ട് ഒരു വിജയം നേടിയതിന് ശേഷം ഇനിയും ആ ഒരു അടുത്ത മത്സരം കൂടി വിജയിച്ചിട്ട് ഒരു ആത്മവിശ്വാസം നിലനിർത്തണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ആവേശകരമായ മത്സരം തന്നെ കാണാൻ കഴിയില്ലേ? തീർച്ചയായും. നമുക്കറിയാം IPL എൽ ക്ലാസിക്കാണ്, അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ചെന്നൈ മുംബൈ മത്സരത്തിനെ. പക്ഷേ ഇപ്പോൾ അന്ന് 2 ടീമിൻ്റെയും പ്രകടനം നമുക്കറിയാം. പിന്നെ മുംബൈയും വിജയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, ചെന്നൈ ഇപ്പം കഴിഞ്ഞ ദിവസം ജയിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചെത്തി എന്ന് പറയുമ്പോഴും ആ ഒരു വീറും വാശി നമുക്കിപ്പോൾ കാണുന്നില്ല. ആരാധകർക്കില്ലെങ്കിൽ ചെന്നൈ മുംബൈ മത്സരം എന്ന് പറയുമ്പോൾ എൽ ക്ലാസിക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു. ഈ സീസണിലെ ഫസ്റ്റ് മത്സരത്തിൽ അത് ഉണ്ടായിരുന്നു. ചെന്നൈ മുംബൈ ആദ്യം ഞാൻ പറഞ്ഞ പ്രകടനത്തിനും മത്സരത്തിന് മുന്നേ തന്നെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹൈപ്പിലേക്ക് ഇപ്പോൾ എത്തുന്നില്ല. അത് IPL തന്നെ ആ ഒരു ഹൈപ്പ് കുറയാനുള്ള കാരണം ഈ 2 ടീമുകളുടെ നിറം മങ്ങിയതാണ്. അപ്പം അടുത്ത മത്സരത്തിൽ എന്തായാലും ചെന്നൈയോട് മുംബൈക്ക് പ്രതികാരം വീട്ടണം, പക വീട്ടണം. പക്ഷെ ചെന്നൈക്ക് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ വീണ്ടും അവരെ ഒന്നുകൂടെ തോൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ മത്സരം എന്തായാലും തീ പാറുന്ന ഉറപ്പാണ്. പക്ഷെ തീ പാറണമെങ്കിൽ ഈ പറഞ്ഞ തുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീ അവിടെ കെട്ടുപോയുള്ളൂ. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ കളിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ പഴയ ടീമിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കണം. അങ്ങനെ ഇതുകൊണ്ട് അത് മത്സരം കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ കിട്ടുവാണെങ്കിൽ പറഞ്ഞാൽ തന്നെ പഴയ ടീമിനെതിരെ കളിക്കാൻ IPL ആദ്യ ടീമിനെതിരെ കളിക്കാൻ വേണ്ടി ബ്രസീലിന് കളിക്കേണ്ടി വരും. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായ ഒരു പ്രത്യേകതയുള്ള മത്സരം കൂടിയാവും. എന്തായാലും മികച്ച മത്സരം തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.